വിഘ്നേശ്വര, ഇവനെ കണ്ടിട്ട് ചരിഞ്ഞുപോയ നമ്മുടെ കേശവനെ പോലെ തന്നെ ഇരിക്കണു. ശരിയാ നീ പറഞ്ഞത്, അതേ ലക്ഷണം. എന്താ ഇവന്റെ പേര്? കുട്ടിക്കൃഷ്ണൻ. ആറാമൻ കുട്ടിക്കൃഷ്ണൻ. നല്ല തലയെടുപ്പുണ്ട്, പക്ഷെ തീറ്റയുടെ പോരായ്മ കാണുന്നുണ്ട്. നാരായണ, ശ്രദ്ധ വേണം എല്ലാറ്റിനും, പ്രത്യേകിച്ച് ഇവന്റെ കാര്യത്തിൽ. ആനപ്പന്തിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്താ അന്വേഷിച്ചോ പണിക്കരെ? അന്വേഷിച്ചു. കേട്ടതൊക്കെ സത്യമാണോ? അവിടുന്ന് ക്ഷമിക്കണം, എല്ലാം സത്യമാണ്. എന്താ അവളുടെ പേര്? ഗംഗ. ഉടലറിയാതെ ഉയരറിയാതെ അണയൂ നീ എൻ ജീവനായി വരൂ നിശാഗീതമാ. പുതുമഴയായി വന്നു നീ ഉലകം കൊണ്ട് പൊതിഞ്ഞു നീ ഒരേ മനസ്സായി നാം. ഉടലറിയാതെ ഉയരറിയാതെ അണയൂ നീ എൻ ജീവനായി വരൂ നിശാഗീതമാ. മൊഴികൾ കുതിർന്നു മണിത്താരങ്ങൾ കൺചിമ്മിയോ. തിരി താഴുമ്പോൾ മിഴിയിടയുമ്പോൾ മൊഴികൾ കുതിർന്നു മണിത്താരങ്ങൾ കൺചിമ്മിയോ. തരിവള കൊഞ്ചും കുയിൽ മധുരങ്ങൾ തരളിത സംഗീതമാ. ദാസിപ്പെണ്ണിന്റെ മകളോടാ നിന്റെ ശൃംഗാരം? കോലായിലേക്ക് വരിക. ഭഗവതി, ഇനി എന്തൊക്കെയാണോ സംഭവിക്കുക? ഞാൻ പോണു. ഗംഗ പേടിക്കണ്ട, അച്ഛൻ അറിഞ്ഞ നന്നായി. എത്ര കാലം എന്ന് വെച്ചാ ഇത് മറച്ചു വെക്ക? എല്ലാം അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റിയ അവസരം ഇത്. ഇത്രയ്ക്ക് ധിക്കാരമോ നിനക്ക്? അച്ഛൻ പൊറുക്കണം. കുറെ ദിവസമായി അച്ഛനോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഏത് കാര്യം? ഗംഗയുടെ കാര്യം തന്നെ. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും അടുത്തുപോയി. ഓലോത്തെ തമ്പുരാക്കന്മാർ സുന്ദരികളായ പെൺകുട്ടികളോട് അടുപ്പം കാണിക്കുന്ന കാര്യം അത്ര പുത്രിയൊന്നുമല്ല. പക്ഷേ അതൊരു അടുപ്പം മാത്രമാ. അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആവശ്യം കഴിഞ്ഞൊരു തീണ്ടാപ്പാടകലെ എന്ന തമ്പുരാക്കന്മാരുടെ ശൈലി എനിക്ക് പറ്റില്ല. ദേവൻ കുഞ്ഞ് ആരോടാ സംസാരിക്കുന്ന കാര്യം മറക്കുന്നു. എന്റെ അച്ഛനോട് തന്നെ. ദാസി പെണ്ണാണെങ്കിലും ഇവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നോളാ. ഞാൻ ഈ കേട്ടത് സത്യമാണോ കുട്ടി? അതെ. നിനക്ക് ഓരോത്തെ കൊച്ചു തമ്പുരാട്ടി ആണോ മലടി? അവളെ തല്ലരുത്. അടിച്ചോളൂ. വാതിൽ തുറക്കാം. പഠിക്കണേ, വാതിൽ തുറക്കാം. ഗംഗ ഒന്നും ചെയ്യല്ലേ. വാതിൽ തുറക്കാം.
വെള്ളം കളിച്ചിട്ടും ഗംഗയ്ക്ക് ബോധം തെളിയണില്ല. മരിച്ചു എന്നാ തോന്നണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മരണപ്പെട്ടു കഴിഞ്ഞാ പിന്നെ എന്താ ചെയ്യുക? ചിത ഒരുക്കി അങ്ങോട്ട് ദയിപ്പിക്ക, അത്ര തന്നെ. അവിടുന്ന് പൊറുക്കണം. ഗംഗയുടെ അമ്മയ്ക്ക് കുട്ടിയുടെ മുഖം ഒന്നുകൂടെ കാണണമെന്ന്. വേണ്ട, ശവത്തിന്റെ മുഖം കണ്ടിട്ട് ഒരു കാര്യം അങ്ങനെ ചെന്ന് പറയാ. ചെന്ന് പറയണ അവളോട്. ഓ, വേഗം വിറകടിക്ക് തീ കൊടുക്കണോ പഠിക്കണേ. വെള്ളം വെള്ളം വെള്ളം. തമ്പുരാനെ മരിച്ചിട്ടില്ല. വൈദ്യരടുത്തേക്ക് എടുക്കണോ? ഛീ, നാളെ നിൽക്കണ. പഠിക്കണേ, തീ കൊടുക്കണോ? ഉം.
മേപ്പാടൻ എന്ന മന്ത്രവാദിയുടെ കഠിന മന്ത്രങ്ങളാൽ ചുടലേക്ഷി ബന്ധിക്കപ്പെട്ടു. പക്ഷേ മാണിക്യശ്ശേരിയിലെ തമ്പുരാക്കന്മാർ അനുഷ്ഠാനങ്ങൾ തെറ്റിച്ചാൽ അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഉള്ളിൽ നിറഞ്ഞ ഭയവും വിശ്വാസങ്ങളുമായി കഴിയുകയാണ് മാണിക്യശ്ശേരിയിലെ ഇളം തല